പെൺകുട്ടിയുടെ ഭാഗത്തുനിന്നും ആൺകുട്ടിയുടെ ഭാഗത്തുനിന്നും ഓരോ സാക്ഷികൾ കൊണ്ടു നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യമേ, അങ്ങയുടെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സഹായിക്കുകയും ചെയ്യണമേ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും ഹൃദയത്തെയും നീ മറന്നുകളയുക. അവളുടെ മേലെ പൊന്നു പൊതിഞ്ഞതാകുന്നു. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദൈവപുത്രൻ സ്വീകരിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ലോകത്തിന് പ്രകാശമായ മിശിഹായെ സ്മരിക്കുവാനും ഇപ്പോൾ ദൈവം ധരിക്കുകയാണ്. ജീവിതത്തിന് പ്രകാശമായി തീരുവാനാണ് ഈ ജീവിതത്തിലൂടെ നമ്മൾ പറയുക. എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല. എന്റെ കർത്താവേ, സത്യമായ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കർമ്മങ്ങളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെയും ശരീരത്തിന് രക്ഷകനുമായിരിക്കുന്നതുപോലെ ഭർത്താവും ഭാര്യയെ ശിരസ്സാകുന്നു. അതിനാൽ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർക്ക് എല്ലാ കാര്യത്തിലും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ഭർത്താക്കന്മാരെ മിശിഹായുടെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നു. സ്വന്തം ശരീരത്തെ എന്നവണ്ണം നിങ്ങളവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. സ്വന്തം ശരീരത്തെ ആരും ഒരിക്കലും വെറുക്കുകയില്ല. മിശിഹായുടെ സഭയെന്ന പോലെ ഓരോരുത്തരും അതിനെ തിരികൊള്ളുന്നു. നാം മിശിഹായുടെ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ.
ഈശോയെ പരീക്ഷിക്കുവാനായി പ്രകാരം ചോദിച്ചു. ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തന്റെ ഭാര്യയെ പരിത്യജിക്കുവാൻ പാടുള്ളൂ. അവിടുന്ന് അവരോട് കരുണ ചെയ്തു. കർത്താവ് ആദിയിൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നിമിത്തം പുരുഷൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവർ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഒരു നിമിഷം സ്വസ്ഥമായിട്ടിരിക്കാം. വലിയ ഒരു സത്യമുണ്ട്. തിരുസഭയിൽ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ഉദാശകളും തന്നെ, ജ്ഞാനസ്നാനം മുതലുള്ള എല്ലാ ഉദാശകളും തന്നെ തിരുവചനത്തിന് അധീക്ഷിതമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണെങ്കിൽ പോലും ഏറ്റവും അധികം തിരുവചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു മഹത്തായ ഉദാശയാണ് വിവാഹം എന്നുള്ളത്. ആദ്യം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ രംഗത്ത് നിന്ന് ആരംഭിക്കുന്ന വിവാഹം എന്നുള്ള ആ ജീവിതം പരിശുദ്ധമായുള്ള കർമ്മം എന്നും പരിശുദ്ധമായിട്ട് പാലിക്കണം എന്ന അപ്പസ്തലന്മാർ അവസാനമായിട്ടുള്ള ഉപദേശത്തിലൂടെ കൂടി പറയുകയാണ്. യേശുവിന്റെ വചനങ്ങൾ വായിച്ചു കേട്ടു. സ്ത്രീയും പുരുഷനും എത്രമാത്രം വിശ്വസ്തയോടെ പരസ്പര സമർപ്പണത്തോടെ ജീവിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി നിങ്ങൾക്ക് മാതാപിതാക്കന്മാര് ബന്ധുക്കള് ഇവരെ ഒരുക്കുവാനായിട്ട് അവസരവും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അതിരൂപതയുടെ നിയമം അനുസരിച്ച് എല്ലാ രൂപതകളിലും ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വിവാഹത്തിന് മുൻപുള്ള കോഴ്സ് നിർബന്ധപൂർവ്വം പങ്കെടുത്തിരിക്കണം. അപ്പോൾ ധാരാളം ഒരുങ്ങിയവരാണ് ഇവർ രണ്ടുപേരും. ഒരുക്കം മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ നിമിഷമാണിത്. നമ്മൾ പറയാറുണ്ട് പലപ്പോഴും മറ്റുള്ളവരെ തുടങ്ങുവാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. തുടക്കം സാധിച്ചാൽ പിന്നെയുള്ള മുന്നോട്ടേക്കുള്ള ഗമനം വളരെ സുഗമമായിരിക്കും, എളുപ്പമായിരിക്കും. എളുപ്പം മുന്നോട്ടേക്ക് പോകുവാനായിട്ട് സാധിക്കും. പലപ്പോഴും തുടക്കത്തിലാണ് പിശക് സംഭവിക്കുക. അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാകുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ഒരുങ്ങാതിരിക്കുന്നതാണ്. അപ്പോൾ ഒരുങ്ങി തുടങ്ങിയത് കൊണ്ട്, തുടക്കം ഇന്നിവിടെ ആരംഭിക്കുന്നത് കൊണ്ട് ആശ എന്നുള്ളതിന്റെ അർത്ഥമെന്നാൽ ആദ്യകാലത്ത് വേദവാൻ ക്ലാസ്സുകളിൽ അത് പഠിച്ചിട്ടുണ്ടാവും. അദൃശ്യമായ വരപ്രസാദം നമുക്ക് ദൃശ്യമായ അടയാളത്തോടെ ലഭിക്കുന്നതാണ് ഉദാശ. അദൃശ്യമായിട്ടുള്ള ദൈവത്തിന്റെ വരപ്രസാദം ദൃശ്യമാകാതെ കാണുവാൻ സാധിക്കുകയില്ല. ദൃശ്യമായി ലഭിക്കുന്ന വലിയ കർമ്മമാണിത്. അതുകൊണ്ടാണ് ഇതിനെ ഉദാശ എന്ന് പറയുക. ഇവിടെ കൊണ്ട് തീരുന്നതോ വിവാഹം എന്നുള്ള ഉദാശ അല്ല. നിങ്ങളുടെ വിവാഹ ജീവിതം എന്നപോലെ നിങ്ങൾ തുടരുവാൻ സാധിക്കും. അന്ന് വരെ, അതായത് തിരുസഭ ആഗ്രഹിക്കുക ഇതുവരെ മരണം വരെ, അന്ന് വരെ ഈ ഉദാശ തുടരുകയാണ്. ദൈവത്തിന്റെ അദൃശ്യമായിട്ടുള്ള വരപ്രസാദം നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമായിട്ട് പ്രകടമാവുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിലൂടെ, നിങ്ങളുടെ പരസ്പര സമർപ്പണത്തിലൂടെ, നിങ്ങളുടെ സാമൂഹിക അഭാവത്തിലൂടെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലൂടെ, കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തിൽ വളർത്തുന്നതിലൂടെ, സമൂഹത്തിനും കുടുംബത്തിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിലൂടെ ഈ ഉദാശ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അല്ലെങ്കിൽ മാറിൽ കൂടുതൽ ഫലം ലഭിക്കുന്നതിന് വേണ്ടി, വ്യത്യസ്ത തരത്തിലുള്ള ഫലം ലഭിക്കുന്നതിന് വേണ്ടി മറ്റുള്ള കൊമ്പുകൾ ഒട്ടിച്ചു ചേർക്കണം. ആ കൊമ്പുകൾ പിന്നീട് വളരുക ഒരു മരമായിട്ടാണ്. ഒരിക്കലും അവിടെ വേർതിരിയുന്നില്ല, ഒറ്റ മരമായിട്ട് തീരുകയാണ്. ജീവിതം ഇതുപോലെ തന്നെയാണ്. പരസ്പരം ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതമാണ്, സമർപ്പണമാണ്. ഭർത്താവിനുണ്ടാകുന്ന സന്തോഷം, ഭാര്യയ്ക്കുണ്ടാകുന്ന ദുഃഖം, ഇതെല്ലാം പരസ്പരം പങ്കുവയ്ക്കുവാൻ സാധിക്കണം. അപ്പോൾ പരസ്പര സമർപ്പണത്തിൻ്റെതായിട്ടുള്ള ജീവിതമാണ് വിവാഹ ജീവിതം. അതും ജീവിതത്തിൽ ഓർത്തിരിക്കുക. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുക എന്നുള്ളത്. സ്വീകരിച്ച വിശ്വാസം പ്രഘോഷിയാനികളാണെന്നുള്ള ബോധമുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന്. നിങ്ങളുടെ സ്നേഹത്തിലൂടെ, നിങ്ങളുടെ സാമൂഹിക മനോഭാവത്തിലൂടെ, നിങ്ങളുടെ കൂട്ടായ ജീവിതത്തിലൂടെ നിങ്ങൾ വിശ്വാസം പ്രഘോഷിക്കുകയാണ് എന്ന് കഴിച്ച് ഒരു നല്ല ജീവിതം ഇതുപോലെ മരണങ്ങളെ തുറന്നു നൽകുന്ന സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും പരസ്പര സമർപ്പണത്തിന്റെയും ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുകയുടെ അവസരത്തിൽ ഞങ്ങൾ ദൈവമായ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
പൂർണ്ണമായ സമ്മതത്തോടുകൂടെ കൊച്ചു ത്രേസ്യയെ നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കുന്നുവോ? കൊച്ചു ത്രേസ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ടോമിയെ നിന്റെ ഭർത്താവായി നീ സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. സാക്ഷികൾ പരസ്പരം അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മൾ വിവാഹപ്രായങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. കുരിശുമരണം വഴി തിരുസഭയെ ലഭിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പരസ്യങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധമായി ജീവിക്കുവാനും ഈ കുരിശുകൾക്ക് ശക്തി നൽകട്ടെ. കൃപാവനത്തിന്റെ വസ്തുക്കൾ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മക്കൾ കൂടി ആശീർവദിക്കണേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി അങ്ങയെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവർക്ക് ഇടയാകട്ടെ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സായി ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ ഈ വാഗ്ദാനം പരിശുദ്ധമായ ഈ നിമിഷത്തിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി
പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ദൈവത്തിന് വേണ്ടി വളർത്തുവാനും തിരു കുടുംബത്തിന്റെ മാതൃകയെ കുടുംബ സമാധാനം പുലർത്തുവാനും വിജയകരമായി നയിക്കുവാനും അങ്ങയുടെ വിശ്വസ്തരായ നേടുവാനും ഇവരെ സഹായിക്കണമെന്ന് നമ്മളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഇവരുടെ പ്രശ്നകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. തന്നെ അനുഗ്രഹിക്കണമേ. സ്വർഗീയ വരങ്ങളാലും ആന്തരിക സൗന്ദര്യത്താലും ഈ വസ്തുവിനെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സഭയിൽ പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെയും ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. ഞങ്ങളുടെ സഭയുടെ ഈ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ ദൈവമറിയത്തിന്റെയും അങ്ങയുടെ സമയം ഈ രഹസ്യങ്ങൾ കരകളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം നിങ്ങൾക്ക് നൽകി. ഈ ദാനത്തെ കുറിച്ച് മഹനീയ നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വ എന്നേക്കും. മനുഷ്യവർഗപേക്ഷയായ ശിഹായെ സകലത്തിന്റെയും നാഥ എന്നേക്കും.
അവിടുന്ന് സഫലമാകട്ടെ. ആവശ്യനേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വർദ്ധിച്ചു വരട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഇന്നത്തെ തിരുക്രമങ്ങളിൽ പകർത്തുന്നവരെല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ശിശിരകാലമേഘം പുനരതിപരാഗമോ അതോ ദേവരാഗമോ
ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. വസന്തമാകെ കുളിർന്നു പെയ്തു മനസ്സിനുള്ളിൽ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. കിളിമകളോതും സംഗമഗാനം മിഴിമുറയെഴുതുന്നു പരിഭവരാഗം. കിളിമകളോതും സംഗമഗാനം മിഴിമുറയെഴുതുന്നു പരിഭവരാഗം. ചന്ദനമലരിൻ കവിളിൽ കഴുകാൻ തങ്കനിലാവിനു പോലും നാണം. വീണ്ടും ഇന്ന് പ്രണയ തരളമായി രജനി. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. മായരുതെന്നും നിൻ പുഞ്ചിരിയലകൾ മറയരുതെന്നും നിൻ സ്നേഹസുഗന്ധം. മായരുതെന്നും നിൻ പുഞ്ചിരിയലകൾ മറയരുതെന്നും നിൻ സ്നേഹസുഗന്ധം.
അനുപമനിർവൃതി കോരിയണിഞ്ഞെന്നെഞ്ചിലമർന്ന വിലാസവതീ നീ എന്നുമെന്നും എന്റെ സുഹൃതമാകണമേ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ വസന്തമാകെ കുളിർന്നു പെയ്തു മനസ്സിനുള്ളിൽ. ഏഴഴകുമായി പൂവനികളിൽ കളിയൂഞ്ഞാലാടി പൊന്നും കനവുകൾ. കിളുങ്ങും കനി തഞ്ചം മറക്കും മറുന്തേ മൊഴി തങ്കക്കുരുത്തിൽ കിളുങ്ങും കനിയെ തഞ്ചം മറക്കും മറുന്തേ മൊഴിയെ സംക്രമ സന്ധ്യകൾ തീർക്കും വേളയിൽ സാന്ദ്രപല്ലവി മൂളാൻ തോന്നുമോ പുഷ്പശരങ്ങൾ മൂടും പൂക്കുവാനിരാം വീഴുമോ തങ്കക്കുലത്തിൽ കിളുങ്ങും കനിയെ തഞ്ചം മറക്കും മറുന്തേ മൊഴി. നാദസ്വരമേളം മുഴങ്ങി ദേവീതിലോളം തുടങ്ങി ലോകമായി കൂട്ടാ മണിമുകിലുകളേറെ യാത്രയാ സ്വരം പൂത്തു വീണ്ടും എന്നുള്ളിൽ പ്രണയതാളങ്ങൾ കൃതികളാക്കുമെന്നോഴി ഒരു ജതിസ്വരം പൂത്തു വീണ്ടും എന്നുള്ളിൽ പ്രണയതാളങ്ങൾ കൃതികളാക്കുമെന്നോഴി
മൗനരാഗങ്ങളാലപിക്കുമീരാവും ഈ മിഥുനനർത്തനം കണ്ടുണർന്നിരിക്കട്ടെ. ഹൃദയവും ഇനികട്ടെ ഒന്നായൊരു ജതിസ്വരം പൂത്തു വീണ്ടും എന്നുള്ളിൽ. പ്രണയതാളങ്ങൾ കൃതികളാക്കുകോഴി. കാത്തു കണ്ണുകൾ വീണ്ടും പുൽകി, നോമ്പു നോറ്റു ചിലങ്ക വീണ്ടും പാടി. കാത്തു കണ്ണുകൾ വീണ്ടും പുൽകി, നോമ്പു നോറ്റു ചിലങ്ക വീണ്ടും പാടി. ഇങ്ങൊരു ജന്മം തോന്നിപ്പോയിടാൻ ഗാനലഹരിയിൽ, നവഭാവം തേടിപ്പോയിടാൻ സ്വപ്നശോഭയിൽ. ആടുമീ ലജ്ജതൻ ആരാമം ഒരു ജതീശ്വരം പൂത്തു വീണ്ടും എന്നുള്ളിൽ. പ്രണയതാളങ്ങൾ കൃതികളാക്കുമെന്നോഴി. നേർത്തു കേൾക്കായി പാട്ടും നമ്മൾ കോർത്തു വയ്ക്കാം കടവിൽ മായം. നേർത്തു കേൾക്കായി പാട്ടും നമ്മൾ കോർത്തു വയ്ക്കാം കടവിൽ മായം. ഒരു ജതിസ്വരം പൂത്തു വീണ്ടും എന്നുള്ളിൽ. പ്രണയതാളങ്ങൾ കൃതികളാക്കുമെന്നോഴി. ഒരു ജതിസ്വരം പൂത്തു വീണ്ടും എന്നുള്ളിൽ. പ്രണയതാളങ്ങൾ കൃതികളാക്കുമെന്നോഴി. മൗനരാഗങ്ങളാലപിക്കുമീരാവും ഈ മിഥുനനർത്തനം കണ്ടുണർന്നിരിക്കട്ടെ. ഹൃദയവും ഇനി ഇളകിയൊഴുകട്ടെ ഒന്നായൊരു ജതിസ്വരം പൂത്തു വീണ്ടും എന്നുള്ളിൽ. പ്രണയതാളങ്ങൾ സ്മൃതികളാക്കുമെന്നോഴി.
निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर। घर से निकलते ही कुछ दूर चलते ही रास्ते में है उसका घर। कल सुबह देखा तो बाल बनाती वो खिड़की में आई नजर। घर से निकलते ही